ഹലോ നമസ്കാരം, എല്ലാവർക്കും കവീസ് കിച്ചൻ പാർട്ണറിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി റെസിപ്പിയാണ്. കണ്ടില്ലേ, കാടമുട്ട മസാലയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നോക്കാം. മസാല ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പകുതി വെളിച്ചെണ്ണയും പകുതി നെയ്യാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. പകുതി നെയ്യ് ഒഴിച്ചു കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റാണ്. ഓയിലും എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ 2 സവോള അരിഞ്ഞത് കേട്ടോ, 2 സവോള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കണം. സവോള നന്നായി വഴന്ന് വരണം കേട്ടോ. ചെറുതായി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇളക്കി കൊടുക്കാം. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ സവോള പെട്ടെന്ന് നന്നായി വഴന്ന് കിട്ടും. സവോള നന്നായി ബ്രൗൺ കളറാകുമ്പോഴേ നമുക്ക് ഇതിൽ മസാലപ്പൊടികളൊക്കെ ചേർക്കാൻ പറ്റുള്ളൂ. സവോള നന്നായി വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ചെറുതായി ഒരു ബ്രൗൺ നിറമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് തക്കാളി അരച്ചത്, ഒരു തക്കാളി അരച്ചതാണ് കേട്ടോ ചേർക്കാൻ പോണേ. ഇതിൽ ഞാൻ മുളക് പൊടിയൊന്നും ചേർത്തിട്ടില്ല. ആദ്യം തക്കാളി അരച്ച് ചേർത്തിട്ട് തക്കാളിയുടെ ആ പച്ചമണം ഒക്കെ മാറണം, നന്നായി വഴന്ന് വരണം. അപ്പോൾ തക്കാളിയുടെ ആ പച്ചപ്പൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1.5 സ്പൂണോളം മുളക് പൊടിയാണ് ഫസ്റ്റ് ചേർക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് 1.5 സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർക്കണം. ഇതിൽ 1 സ്പൂൺ മല്ലിപ്പൊടിയും 1/2 സ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇളക്കി കൊടുക്കാം. മസാലയൊക്കെ നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ചൂടുവെള്ളം ഒഴിക്കണേ, ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് 1/4 കപ്പോളം ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു 1/2 സ്പൂണോളം ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നു. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ്, 1 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നന്നായി വെള്ളമൊക്കെ നന്നായി വറ്റി നല്ല എണ്ണ നന്നായി തെളിയണം. മസാല നന്നായി വെള്ളമൊക്കെ വറ്റി നന്നായി എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ നെയ്യ് ചേർത്ത കാരണം മസാലയൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന കാടമുട്ട ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന കാടമുട്ട ചേർത്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസോളം ചൂടുവെള്ളം, കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ മുട്ട ഇതിലെ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് ചെറുതായി നല്ലോണം ഗ്രേവി വേണമെന്നുള്ളവർക്ക് ചെറുതായിട്ട് ഒന്ന് തിളയ്ക്കുമ്പോൾ തീ ഓഫ് ചെയ്യാം. അല്ലെങ്കിൽ എണ്ണ നന്നായി തെളിയുന്ന വരെ ഒന്ന് വറ്റിച്ചെടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ മല്ലിയിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ പാകത്തിനായിട്ടുണ്ട്. നന്നായി എണ്ണയൊക്കെ തെളിഞ്ഞുണ്ട്. നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ഇതിലേക്ക് ഇനി നമുക്ക് നോർത്ത് ഇന്ത്യൻ ഡിഷിൻ്റെ ടേസ്റ്റ് വേണം എന്നുണ്ടെങ്കിൽ ഇതിൽ കസൂരി മേത്തി വേണമെങ്കിൽ ചേർക്കാം. ഫ്രഷ് ക്രീമും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ആവും. ഇതിപ്പോൾ കേരള സ്റ്റൈല് കാടമുട്ട മസാലയാണ്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല.
ഇനി അങ്ങനെ വേണം ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കണം. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊന്നും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ, പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ, ബൈ.